നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം പിന്നിട്ട യുഎയിലേക്ക് ജനങ്ങളുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. എക്സ്പോ 2020 ദുബായിൽ വൻ ജനപ്രവാഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അധികൃതരും രംഗത്ത്. എക്സ്പോ 6 ആഴ്ച പിന്നിട്ടപ്പോൾ ഇതുവരെ 35 ലക്ഷത്തിലധികം പേർ സന്ദർശനം നടത്തിയതായി അധികൃതർ അറിയിക്കുകയുണ്ടായി. കൃത്യകണക്കുകൾ പ്രകാരം 35,78,653 പേരാണ് ഇതുവരെ എക്സ്പോ സന്ദർശിച്ചത്. അതേസമയം വെർച്വലായി 1,57,00,000 പേരും എക്സ്പോ കണ്ടതായി അധികൃതർ അറിയിച്ചു. ഒക്ടോബർ 1-നാണ് പ്രകാശം പറത്തിക്കൊണ്ട് എക്സ്പോ 2020 ആരംഭിച്ചത്. നവംബർ പകുതി വരെ എക്സ്പോ സന്ദർശിച്ചവരുടെ എണ്ണമാണ് ദുബായ് മീഡിയ ഓഫീസ് തിങ്കളാഴ്ച പുറത്തുവിട്ടത്. കൊറിയൻ പോപ്പ് ഗായകരുടെയും ലബനീസ് സൂപ്പർ താരങ്ങളായ നാൻസി അജ്റാമിന്റെയും റാഖിബ് അലാമയുടെയും പ്രകടനങ്ങളുമായാണ് കഴിഞ്ഞ ആഴ്ചയിൽ എക്സ്പോയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം ഉയർത്തിയത്. ടിക്കറ്റിന്റെ വില പകുതിയായി കുറച്ച നവംബറിലെ ഓഫർ നിരവധി പേർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ടിക്കറ്റിന് ഓഫർ ലഭിക്കുക. ഈ ടിക്കറ്റിന് 45 ദിർഹമാണ് നിരക്ക്. അതേസമയം വെള്ളി ശനി ദിവസങ്ങളിൽ ടിക്കറ്റിന് സാധാരണ നിരക്കായ 95 ദിർഹമാണ്. പകുതി നിരക്ക് ലഭ്യമാകുന്ന നവംബർ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് 10 സ്മാർട്ട് ക്യൂ ബുക്കിംഗ് സൗകര്യമുണ്ട്. ഇത്തരത്തിൽ സ്മാർട്ട് ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർക്ക് വരി നിൽക്കാതെ പവിലിയനുകളിൽ പ്രവേശിക്കാം. ഈ ആഴ്ചകളിൽ AR റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ഫിർദൌസ് ഓർക്കസ്ട്രയുടെ പ്രകടനവുമുണ്ട്. ഇതോടെ സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ എക്സ്പോ വിസയിൽ രാജ്യത്തെത്തിയ പ്രതിനിധികൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള നടപടികൾ ലളിതമാക്കിയ അധികൃതർ. ഇതിന്റെ ഭാഗമായി എക്സ്പോയിൽ RTA ഓഫീസ് തുറന്നു. സ്വദേശത്ത് ലൈസൻസ് ഉള്ളവർക്ക് പരിശീലനത്തിനടക്കം ഇളവ് ലഭിക്കും. ലൈസൻസ് ലഭിക്കാനുള്ള അന്തിമ ടെസ്റ്റിൽ ഇവർക്ക് നേരിട്ട് പങ്കെടുക്കാമെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗം മേധാവി അബ്ദുള്ള അലി വ്യക്തമാക്കി. വിജയിച്ചാൽ അന്ന് തന്നെ ലൈസൻസ് ലഭിക്കും. നയതന്ത്ര വിഭാഗം ജീവനക്കാർക്ക് ഡ്രൈവിംഗ് പരിശീലന സമയം 20 മണിക്കൂറിൽ നിന്നും 10 ആക്കിയിരിക്കുന്നു. 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം പരിശീലനം പൂർത്തിയാക്കാനാകും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.